ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള റിനൈസൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡറായിട്ടുള്ള കെ കേളപ്പൻ കുറിച്ചാണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1889 മുതൽ 1971 വരെയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മുജുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാഗസീനാണ് ഗ്രാമദീപം. എന്താണ് ഗ്രാമദീപം? സർവോദയ മൂവ്മെൻറ്റ് ഇൻ കേരള, കേരളയിലെ സർവോദയ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിരുന്നു കെ കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. NSSൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നു കെ കേളപ്പൻ. NSSൻ്റെ ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹയുടെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് വരുന്നത്. NSSൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് കെ കേളപ്പനാണ്, സെക്രട്ടറി മന്നത്ത് പത്മനാഭനും. ഗുരുവായൂർ സത്യാഗ്രഹയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു. ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകരുത്. ഈ അദ്ദേഹം, അതായത് കെ കേളപ്പൻ, കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ പേരാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഏതാണ്? കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. അതായത് കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് കെ കേളപ്പൻ ജോയിൻ ചെയ്ത പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് എലക്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പൊന്നാനി എന്ന് പറഞ്ഞിട്ടുള്ള ലോകസഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് കെ കേളപ്പനെ പാർലമെൻറ്റിലോട്ട് എലക്ട് ചെയ്യുന്നത്. കെ കേളപ്പൻ മലപ്പുറത്തെ അല്ലെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിനെ ദ ബർത്ത് ഓഫ് എ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർത്തു വയ്ക്കുക. ആരാണ് ഫോർമേഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്റ്റിനെ ദ ബർത്ത് ഓഫ് എ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു. 1929 മുതൽ 1936 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1954 സമദർശി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് പേപ്പറിലും അദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കോൺഫറൻസിൽ കെ കേളപ്പനായിരുന്നു പ്രസിഡൻറ്റ്. ഒരു ഐക്യ കേരള കോൺഫറൻസിൽ പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത് കെ കേളപ്പനായിരുന്നു. അതോടൊപ്പം തന്നെ KPCCയുടെ പ്രസിഡൻറ്റ്, ഇൻഡിപെൻഡൻസ് ടൈമിലുണ്ടായിരുന്ന KPCCയുടെ പ്രസിഡൻറ്റും, KPCC എന്താണ്? കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ പ്രസിഡൻറ്റ്, ഇൻഡിപെൻഡൻസ് ടൈമിലുണ്ടായിരുന്ന പ്രസിഡൻ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കെ കേളപ്പനായിരുന്നു. 24 ഓഗസ്റ്റ് 1990 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഒരു കൊമമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഓൺ കെ കേളപ്പൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 24 ഓഗസ്റ്റ് 1990. ലാസ്റ്റ് പോയിന്റ്, കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസർച്ച് സെൻറ്റർ ഉണ്ട്. അത് കോഴിക്കോടുള്ള പാക്കനാർപുരത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്നും കൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ കെ കേളപ്പൻ്റെ ജീവിത കാലഘട്ടത്തെ പറ്റി നമ്മൾ നോക്കി. അത് 1889 മുതൽ 1971 വരെയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ജനിച്ചത് മുജുകുന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, കോഴിക്കോട് ജില്ലയിലെ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഗ്രാമദീപം എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിൻ, അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്ററായിട്ടും സമദർശി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള സർവോദയ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിരുന്നു ആര്? കെ കേളപ്പൻ. NSSൻ്റെ പ്രസിഡൻറ്റും ഗുരുവായൂർ സത്യാഗ്രഹയുടെ സെക്രട്ടറിയുമായിരുന്നു കെ കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്
ഫൗണ്ട് ചെയ്തിട്ടുള്ളത് കെ കേളപ്പനായിരുന്നു. ദെൻ കോൺഗ്രസിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം അദ്ദേഹം കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, പൊന്നാനി ലോകസഭ കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് അദ്ദേഹം പാർലമെൻറ്റിലോട്ട് എലക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ അദ്ദേഹം മലപ്പുറം ഫോർമേഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്റ്റിനെ ദ ബർത്ത് ഓഫ് എ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചു. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ പിന്നെന്താ പറഞ്ഞത്, ഐക്യ കേരള കോൺഫറൻസ്, അതായത് തൃശ്ശൂരിൽ വെച്ച് നടന്ന 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു കെ കേളപ്പൻ. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സമയത്ത് KPCCയുടെ പ്രസിഡൻ്റ് ആയിരുന്നു ആര്, കെ കേളപ്പൻ. പിന്നെ പറഞ്ഞത് എന്താ, കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ ഉണ്ട്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരം പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ദെൻ പിന്നെ നമ്മളൊരു സ്റ്റാമ്പിനെ പറ്റി പറഞ്ഞു അല്ലേ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട് ഒരു സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ കൊമമറേറ്റീവ് പോസ്റ്റൽ സ്റ്റാമ്പാണ്. എന്ന ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 August 1990. So that's all about K. Kelapan. See you with another video. Till then, bye.